ഹലോ ഗായ്സ്, നമ്മുടെയൊക്കെ വീടുകൾ ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ വീടുകൾ ഒന്ന് ട്രൈ ചെയ്താൽ ഇത് വല്ലാത്തൊരു ഫീലായിരിക്കും. അതിനുവേണ്ടി ഒരു തക്കാളി, ചെറിയൊരു സവാളയുടെ ഒരു കഷ്ണം, 2 പച്ചമുളക്, അതുപോലെ തന്നെ ചപ്പ്, മല്ലി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പിഞ്ച് ഉപ്പ് നിങ്ങൾക്ക് വേണ്ടതുപോലെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി കുറച്ച്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. അത്യാവശ്യം ഡ്രൈ ആയിരിക്കുന്ന രൂപത്തിലാവണം. അതിലേക്ക് ഒരു മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളത് നല്ലവണ്ണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യേണ്ടതുണ്ട്. മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ 500 ഗ്രാം ചിക്കൻ അവിടെ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം അത്യാവശ്യം വലിയ കഷ്ണത്തിൽ നമ്മൾ വെട്ടേണ്ടതുണ്ട്. വലിയ കഷ്ണത്തിലേക്ക് വെട്ടിയ ചിക്കനുകളിൽ കുറച്ച് അരിപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ചെറിയ അരിപ്പൊടി ഇതേപോലെ എന്തായാലും കുഴപ്പമില്ല. നന്നാക്കി മിക്സാക്കി നമ്മൾ പാകമായ എണ്ണ ചൂടായി തവയിലോട്ട് നമ്മൾ ഇടുകയാണ്. ഓരോരോ ചിക്കൻ പീസും ഇടുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ നല്ലവണ്ണം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് അതിന്റെ ഭാഗത്തുണ്ടാവും. സാധാരണ നമ്മൾക്ക് വീടുകളിൽ ചെയ്യും പോലെയല്ല. സാധാരണ വീടുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറോ അത് സാധാരണ നോർമൽ ചില്ലി പൗഡറാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണമാക്കി നമ്മൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു മസാല ആണല്ലോ. നമ്മളൊക്കെ എല്ലാ വീടുകളിലും ഓരോ ഫ്ലേവർ നമുക്ക് നൽകുന്ന മസാല തന്നെയാണ്. മസാലക്ക് അത് വലിയൊരു പങ്കുണ്ട്. ഇവിടെ നമ്മൾ അതാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും മുറിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് മറിച്ചിടുന്നത്. നമ്മളെ കയ്യിലുള്ള ഓരോ ചിക്കനും ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേവ് പാകമാനനുസരിച്ച് നമുക്ക് നമ്മളുടെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ നല്ലവണ്ണം മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം കുറച്ച് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ നല്ലതാണ്. ചൂടിൻ്റെ എല്ലാ നമുക്ക് അതിലേക്ക് ചിക്കനിലോട്ട് വരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ പിന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോ ചിക്കനും എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ബാക്കി വരുന്ന ചിക്കനും കൂടെ അതിനടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള മുഴുവനായിട്ട് ഇട്ട് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിതാ ഓരോന്ന് എടുത്ത് നമ്മുടെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന രൂപത്തിലാണ് അടിപൊളിയായിട്ട് മുറിഞ്ഞു മുട്ടുന്നത്. അപ്പൊ നമ്മളത് പിന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു രുചിയാണ്, നമുക്ക് ഫ്ലേവറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.